നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംവരണമാണ്. സംവരണത്തിൻ്റെ പല അടുക്കുകൾ, പല പരിഷ്കാരങ്ങൾ, പലതരത്തിലുള്ള ഡിബേറ്റ്സ്, തർക്കങ്ങൾ, കേസുകൾ ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുന്നോക്കക്കാരിൽ പിന്നോക്കം ഉൾപ്പെടെയുള്ളത്. അതിനിടയിൽ വന്നൊരു പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു ക്രീമി ലെയർ. അപ്പോൾ ഈ ക്രീമി ലെയർ വരുമാനത്തിൻ്റെ ഒരു പരിധി നിശ്ചയിച്ചിട്ട് ഒരു നിശ്ചിത പരിധിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 8 ലക്ഷം എങ്ങാണ്ട് 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള 8 ലക്ഷം വരെ വരുമാനമുള്ള വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളെയാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്. ഈ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കും വേണ്ടിയിട്ടാണ്. അതെ, സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കുമാണ്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, MBBS ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ഉള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വെച്ച് സംവരണത്തിൻ്റെ ആനുകൂല്യത്തിൽ അഡ്മിഷൻ കിട്ടുന്നു. ഒരു വലിയ കോൺട്രവേഴ്സി അല്ലെങ്കിൽ വല്ലാത്തൊരു കോൺട്രഡിക്ഷൻ നിലനിൽക്കുന്നത്, എന്നിട്ട് ഈ കുട്ടി, അങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടി അടക്കേണ്ടി വരുന്ന ഫീസ് ഈ 8 ലക്ഷം പോലും വാർഷിക വരുമാനമില്ല എന്ന് രാജ്യത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അഡ്മിഷൻ വാങ്ങുന്നത്. ആ കുട്ടി പിന്നെ അടക്കേണ്ടി വരുന്നത് ഇതിൻ്റെ എത്രയോ മടങ്ങ് ഫീസാണ്. ഇത് തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ. അങ്ങനെ ഒരാൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താണ് കാര്യം തുടങ്ങിയ ചോദ്യങ്ങളുണ്ടല്ലോ, മൗലികമായ ചോദ്യങ്ങളാണ്. സാറിനെ പോലെ ഈ രംഗത്ത് ആളുകൾക്ക് ജോലി കൊടുത്തും എത്രയോ തലമുറകളെ പഠിപ്പിച്ചും അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരുന്നും ഒക്കെ പരിചയമുള്ള ഇത് പറയാൻ റൈറ്റ് പേഴ്സൺ എന്ന നിലയിൽ സാർ ഒന്ന് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ല, അതിനേക്കാളെല്ലാം ഇവരെ ഞാൻ ഏതാണ്ടൊരു 37 വർഷം മുൻപ് മാതൃഭൂമിയിൽ ഒരു ലേഖനം, അത് മുഖലേഖനമായിരുന്നു. 37 വർഷം മുമ്പ്. അതിൻ്റെ ടൈറ്റില് സംവരണത്തിൻ്റെ ലൗകിക പ്രശ്നങ്ങൾ എന്നായിരുന്നു. കാരണം സംവരണത്തോടൊപ്പം സംസ്കരണം എന്ന ഒരു ലക്ഷ്യം കൂടി ഇല്ലെങ്കിൽ സംവരണം കൊണ്ട് പ്രയോജനമില്ലാതെ പോകും. ഒന്നാമത്തെ കാര്യമാണത്. കാരണം ഏത് സമൂഹത്തിനാണോ സംവരണം കിട്ടുന്നത്, ആ സംവരണം കിട്ടുന്ന സമൂഹത്തിന് ആയുഷ്കാലം സംവരണത്തിൽ ജീവിക്കാം എന്നത് മാറി ഒരു മെയിൻ സ്ട്രീം മെരിറ്റിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാവുന്ന, മത്സരിച്ച് ജയിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വരുത്തുക എന്നതുകൂടി ഈ സംവരണത്തിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന നിലയ്ക്ക് ഇതിനെ അന്ന് ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്നേക്കുള്ളതല്ല അന്ന് ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നേക്കുള്ളതല്ല. കാരണം ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കണം. അംബേദ്കർ പ്രതീക്ഷിച്ചിരുന്നത് 10 കൊല്ലം കൊണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്തേക്ക് പോയി. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഫസ്റ്റ് ജനറേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ഈ സംവരണം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരാൾക്ക് സംവരണം കിട്ടി, അയാളൊരു സിവിൽ സർവൻ്റായി. ആ സിവിൽ സർവൻറ്റിൻ്റെ കുട്ടികളും ഈ ട്രഡീഷണലായിട്ടുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സംവരണ സമുദായ അംഗത്തിൻ്റെ മക്കളും ഒരുമിച്ച് മത്സരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ആർക്ക് കിട്ടും? നേരത്തെ ഒരു ജനറേഷൻ മുമ്പ് ഇപ്പോൾ അതൊരു 3, 4, 5 ജനറേഷനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സംവരണത്തിൻ്റെ ഇത്തരം ബെനിഫിറ്റുകൾ ഈ ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രവണത കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഇതൊന്നും ഈ സമുദായ സംഘടനകൾ നേരിടാനോ അല്ലെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യാനോ മടിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ മടിക്കുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഞാനതിനെ വിളിക്കുന്ന ഫസ്റ്റ് ജനറേഷൻ ഈ പ്രോബ്ലം എന്നാണ്. ആ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് വരുന്നവർക്ക് പ്രാമുഖ്യം കിട്ടുന്ന ഒരു സംവിധാനവും ഇപ്പോൾ സംവരണത്തിലില്ല. കാരണം അവരുണ്ടല്ലോ, അത് മാനസികവും സാമൂഹികവും. അല്ല, ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ഒരു IAS-കാരൻ്റെ കുട്ടി, ആ IAS-കാരൻ ഫസ്റ്റ് ജനറേഷനായിരുന്നു. ആ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന IAS-കാരൻ്റെ കുട്ടി, അയാളുടെ സാമൂഹിക പശ്ചാത്തലം മാറി, സാംസ്കാരിക പശ്ചാത്തലം മാറി, സാമ്പത്തിക പശ്ചാത്തലം മാറി, അവൻ്റെ സ്വപ്നങ്ങളുടെ സാധ്യത മാറി, അയാൾക്കുള്ള റീച്ച് മാറി, ആക്സെപ്റ്റബിലിറ്റി മാറി. ഇതെല്ലാം മാറിക്കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയും നേരത്തെ ഈ ഒരു ഫസ്റ്റ് ജനറേഷനിൽ കൂടി വരുന്ന കുട്ടിയും തമ്മിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് എപ്പോഴും മാറാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ സിവിൽ സർവൻറ്റിൻ്റെ മക്കൾക്കാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആരുടെ താല്പര്യങ്ങൾ?
ഈ ഫസ്റ്റ് ജനറേഷൻകാരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംവരണ സമുദായങ്ങൾക്കകത്ത് തന്നെ അകത്ത് അവർക്കൊരു തന്നെയുള്ള മുൻഗണന കിട്ടും. മുൻഗണനയല്ല, അവർക്ക് പ്രിഫറൻസ് അവർക്ക് കൊടുക്കേണ്ടതല്ലോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും അത് പരിഷ്കരിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടുത്തെ പ്രശ്നം അതിനേക്കാൾ രൂക്ഷമാണ്. എന്തുകൊണ്ടാണ് ഈ ക്രീമി ലെയർ സംവിധാനം വെച്ചത്? ക്രീമി ലെയർ വെച്ചത് ഈ 8 ലക്ഷത്തേക്കാൾ കൂടുതൽ വാർഷിക വരുമാനം ലഭ്യമാക്കുന്നവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട്. ആ സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവർക്ക് ഈ സമുദായ സംവരണത്തിൻ്റെ ആനുകൂല്യം കിട്ടരുത്. ആ സമുദായത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞവർക്ക് ഈ ആനുകൂല്യം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്രീമി ലെയർ വന്നിരിക്കുന്നത്. സാമൂഹ്യമായ ലക്ഷ്യമാണ്. പക്ഷേ എനിക്കതിനകത്തൊരു ചോദ്യം, ഈ 8 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം എന്ന് സങ്കല്പിക്കുന്ന നമ്മുടെ നാട്ടിൽ, അതിൻ്റെ പേരിൽ MDക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് കൊടുക്കുന്നത് ഒരു വർഷം 95 ലക്ഷം രൂപ, 85 ലക്ഷം രൂപ, 1 കോടി രൂപയൊക്കെയാണ്. ഇതെങ്ങനെ കഴിയുന്നു എന്നൊരു ചോദ്യമില്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 8 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം ഉള്ളത് എന്ന് സങ്കല്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് ഇനി അത് ആകെ കിട്ടാവുന്ന, ഇനിയിപ്പോൾ വേറെ ഒന്നിനും പോയില്ലെങ്കിലും 12 എത്രയാണ്, അല്ല ഒരു വർഷത്തിലാണ് കിട്ടുന്നത്. ആ 8 ലക്ഷം രൂപയിൽ നിന്ന് ഇങ്ങേർക്ക് 12 കൊല്ലത്തെ കാലത്തെ ഇങ്ങേരുടെ വാർഷിക വരുമാനം കൂട്ടിയാൽ പോലും ഒരു കുട്ടിയെ ഒരു വർഷം MDക്ക് പഠിപ്പിക്കാൻ 96 ലക്ഷം ആവുള്ളൂ. 1896 വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് ആ കാര്യം? ഇതിൽ എവിടെയോ ഒരു കളവുണ്ട്. ഒന്നുകിൽ ആ 8 ലക്ഷം തെറ്റാണ്. ആ 8 ലക്ഷം എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. ഇവിടെ ഇപ്പോൾ ഒരു സിവിൽ സർവൻറ്റ്, ഒരു IAS കാരൻ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു IAS കാരന് ഇത് നേരിടുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത ആളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രീമി ലെയറാണ് അവൻ. ക്രീമി ലെയറിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് IAS പരീക്ഷ എഴുതിയിട്ട് ജയിച്ച ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നത്. പക്ഷേ അയാളുടെ ഒക്കെ എന്താ വെച്ചാൽ വലിയ ബിസിനസ് ഉണ്ട്, വലിയ ബിസിനസ് സാമ്രാജ്യവും കാര്യങ്ങളും ഉണ്ട്. അത് മറച്ചു വെച്ചു, അതിപ്പോൾ കുത്തിപ്പൊക്കി, അത് കേസ് വന്ന് അയാൾക്കെതിരെ നടപടിയായി. അല്ലെങ്കിൽ വരുമാന പരിധിയിൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഈ പേ സർട്ടിഫിക്കറ്റ് അല്ലാതെ ഈ ബിസിനസ്സുകാർക്ക് എന്ത് വരുമാനമുണ്ട്, ഗൾഫുകാർക്ക് എന്ത് വരുമാനമുണ്ട്, അല്ല അത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഇത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സത്യസന്ധമായിട്ട് മറ്റ് പലതും ചെയ്യാത്ത കൂട്ടത്തിൽ കൂടി ഇതുകൂടി ചെയ്യില്ല. അല്ലാതെ അതിൻ്റെ അല്ല. സർക്കാർ സർവീസിലുണ്ടെങ്കിൽ സാറേ ഒരു പ്യൂണിന് പോലും കിട്ടില്ല. പ്യൂണിന് കിട്ടില്ല. അല്ലത് സർക്കാർ കൃത്യമായി പറഞ്ഞാൽ ഈ ശമ്പളക്കാരാണല്ലോ കൃത്യമായിട്ട് മറ്റേ ഇൻകം ടാക്സ് കൊടുക്കുന്നത്, നികുതി കൊടുക്കുന്നവർ. ഇവരൊന്നും കൊടുക്കുന്നില്ല. അവർ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ശമ്പളം കൈപ്പറ്റി ജോലി ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചിട്ട് ഇവർ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആനുകൂല്യം ഇതിവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അർഹതയുള്ള ക്രീമി ലെയറിൽ നിൽക്കുന്ന ഒരു പിന്നാക്ക ജാതിക്കാരന് കിട്ടേണ്ട അവസരം ഇല്ലാതെയാകുകയാണ്. അത് നഷ്ടപ്പെടുകയാണ്. ഇനി ഇവർക്കാണെങ്കിൽ ഇതില്ലാതെ ഇവർക്ക് പൈസ കൊടുത്ത് പഠിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമൂഹത്തെ ഇവർ 2 തരത്തിൽ ദ്രോഹിക്കുന്നുണ്ട്. ഒന്നെങ്ങനെയാണ്? ഒന്ന്, ആ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ഈ പിന്നാക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി കൂടി പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യം അനധികൃതമായി തട്ടിയെടുക്കുന്നത് ഒന്ന്. രണ്ടാമത് എന്താണ്? അങ്ങനെ ഒരാൾ വരുന്നതോടൊപ്പം കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുന്ന ഇവർ കൂടി വരണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ അത്രയും പേര് വിദ്യാഭ്യാസവും കിട്ടി രക്ഷപ്പെട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇവർ ആ സമുദായത്തെ കൂടി ദ്രോഹിക്കുന്ന വിഭാഗങ്ങളാണ്. 2 തരത്തിലാണ് ഇവർ. രാജ്യത്തെ ദ്രോഹിക്കുന്നു, ആ സമുദായത്തെയും ദ്രോഹിക്കുകയാണ്. എന്നിട്ട് അത് തങ്ങളുടെ അവകാശമാണ് എന്നുകൂടി പറയുകയാണ്. ഈ കാര്യത്തിൽ മലയാളികളുടെ ഈ കാര്യത്തിൽ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് എനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയൊരു കാര്യം, അഗതികൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2 സർക്കാർ കോളേജിലെ പ്രൊഫസർമാർ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത് ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് സാർ. 1458 പേരെ ഒരു സ്പെസിമെൻ ടെസ്റ്റിൽ കണ്ടുപിടിച്ചു. അല്ല, അത് സത്യത്തിൽ കാരണം ഒരു അധ്യാപകൻ എന്ന നിലക്ക് ജീവിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്ക് വലിയ മനോവിഷമമുണ്ട്. സത്യം. ഇവരെ ഇപ്പോഴും
ഇവരെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഇപ്പോഴും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല അവരുടെ പേര് വിവരം വെളിപ്പെടുത്താൻ അവരുടെ പേര് വിവരവും വെളിപ്പെടുത്തുന്നത് ഏറ്റവും വലിയ അല്ല. എന്താ ഇവർ ഏത് തരത്തിൽ ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയവരാണോ? പേര് വിവരം അല്ലല്ലോ. അല്ലല്ല. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെയും ഈ രാജ്യത്തെ ഏറ്റവും അഗതികളായ മനുഷ്യരുടെ അവകാശങ്ങളെയും നിർലജ്ജം ലംഘിച്ചിരിക്കുന്ന ഇവരുടെ പേര് വിവരം പുറത്താക്കണം. അതെ. അതിന് സാർ അവിടെ ഈ കുറ്റവാളികളുടെ യൂണിയൻ വരും. സർവീസ് സംഘടനകൾ അവരാണ്. അല്ല, സർവീസ് സംഘടനകൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരത് പറയട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. അവർ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേക്കണ. അപ്പം അതുകൊണ്ട് ഇവർക്ക് എന്താ പറയേണ്ടത്? ഇപ്പം ഇരകൾക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണം, പോക്സോ കേസിലെ ഇരകൾക്ക് കൊടുക്കുന്ന സംരക്ഷണം സംസ്ഥാന സർക്കാരിൻ്റെ പണം അനധികൃതമായി അടിച്ചു മാറ്റിയവർക്ക് കൊടുക്കണമെന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെ വെറുതെ ഇങ്ങനെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നല്ല. ഇത് ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനൽ കാരണം വ്യാജരേഖ ചമച്ച് സർക്കാർ പണം തട്ടിയെടുത്ത് അതിന് ഗൂഢാലോചന നടത്തി 7 കൊല്ലത്തേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതുകൊണ്ട് കൊഗ്നീഷ്യബിൾ ഒഫൻസാണ്. തീർച്ചയായിട്ടും കേസ് എടുത്തിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇവർ മാപ്പ് അർഹിക്കുന്നില്ല, ദയ അർഹിക്കുന്നില്ല. തീർച്ചയായും ശരിയാണ് സാർ. എന്തായാലും 37 കൊല്ലം മുമ്പ് ഈ ലേഖനം എഴുതിയ സാറ് ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന് അല്ല. അത് ഞാനത് എന്ന് മാത്രമല്ല, ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരുന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും എഴുതി. ഈ ഫസ്റ്റ് ജനറേഷൻ പ്രോബ്ലം എടുത്തിട്ട് എനിക്ക് കിട്ടിയ തെറിക്ക് ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. എല്ലാ ജാതി മത സംഘടനകളും എന്നെ എതിർത്തുകൊണ്ട് വന്നു. തെറികൾ തുടരട്ടെ സാർ. സാറിനെ പോലുള്ളവർ പറയാനുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരുടെയും മലയാളത്തിൻ്റെ ഒരു പ്രതീക്ഷ. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.